അസ്സലാമു എവരിവൺ, വെൽക്കം ബാക്ക് ടു റിഹൂസ് വേൾഡ്. ഇന്ന് ദാൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം മസൂർ ദാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. 1-2 വിസിൽ വരുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും ദാൽ റെഡിയായി. ദാൽ റോസ്റ്റിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. ദാൽ റോസ്റ്റിന് നമുക്ക് സവാള അങ്ങ് തീരെ വഴണ്ടു പോവേണ്ട കാര്യമില്ല. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെ തരും. ദാൽ റോസ്റ്റിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സംഭവമാണ് മല്ലിയില. അതാരും സ്കിപ്പ് ചെയ്യരുത്.